ഹലോ ഓൾ വെൽക്കം ടു K2CSE. ഇന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയൊരു ആശയമാണ് മെഷീൻ ലേണിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഇട്ടാൽ എന്തെന്ന്. ഇപ്പോൾ എന്താ 7th സെമ്മിലാണ്, നമ്മുടെ മെയിൻ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമാണ്. അപ്പം എവിടെ നോക്കിയാലും കേൾക്കുന്ന പേരാണ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ്, അങ്ങനെ ഓക്കെ. അപ്പോൾ തോന്നിയതാണ് മെഷീൻ ലേണിങ്ങിനെ പറ്റി പറഞ്ഞാൽ എന്തെന്ന്. മെഷീൻ ലേണിംഗ് ആ പേര് തന്നെ ഉണ്ട്, എന്താ മെഷീനിനെ പഠിപ്പിച്ചെടുക്കുക. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. നമ്മളൊക്കെ കുഞ്ഞുനാളായിരുന്ന ടൈമിലും നമ്മുടെ അനിയനോ അനിയത്തോ ആരായിരുന്നാലും കുഞ്ഞാകുമ്പോഴത്തേനും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്, കാക്കയും പൂച്ചയൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത്. ഇപ്പോൾ തത്തമ്മയാണെങ്കിൽ എന്തിനു പറഞ്ഞിരുന്നത്, തത്തമ്മയാണെങ്കിൽ പച്ച കളറിലെ ശരീരം, ചുവന്ന ചുണ്ട്, അത് ഇങ്ങനെയാണ് മൂളുന്നത്. അതുപോലെ കാക്കയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നത് കറുത്ത ശരീരമാണ്, കറുത്ത ചുണ്ടാണ്, കാക്ക വിളിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കതെല്ലാം സ്റ്റോറാണ്. പട്ടിയും പൂച്ചയായാലും അവരുടെ ശബ്ദത്തിനെ കൊണ്ടും രൂപത്തിനെ കൊണ്ടും അവരുടെ നോട്ടവും ഭാവവും ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അച്ഛനും അമ്മയൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതേപടിയാണ് നമ്മളിവിടെ മെഷീനെ ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇറ്റ് യൂസസ് നോൺ ഹ്യൂമൻ പ്രോഗ്രാംസ് ഓർ മോഡൽ ടു സോൾവ് ദ കോംപ്ലക്സ് ടാസ്ക്. അതായത് നമ്മൾ മെഷീനിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു, മെഷീനോട് കോമൺ പാറ്റേൺസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞു തന്നാൽ, നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അതിൽ സ്പാം എന്നൊക്കെ പറഞ്ഞൊരു ഫോൾഡർ കാണത്തില്ല. അപ്പോൾ സ്പാം മെയിൽസ് എങ്ങനെയാണ് അതിൽ ഓട്ടോമാറ്റിക്കലി അലോക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ മെഷീനിന് നോർമൽ മെയിൽസിൻ്റെയും സ്പാം മെയിൽസിൻ്റെ പാറ്റേൺസ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും മെഷീന് മനസ്സിലാവും ഈ പറയുന്ന മെയിൽ എന്താണ്. സ്പാം ആണെങ്കിൽ ആ കാറ്റഗറിയിലോട്ട് മാറുക, അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഈ കാറ്റഗറിയിലോട്ട് മാറുക. അതുപോലെ തന്നെ നമ്മളിപ്പം സ്പോട്ടിഫൈ ഓൺ ചെയ്താലും യൂട്യൂബ് ഓൺ ചെയ്താലും റെക്കമെൻഡേഷൻസ് ഒക്കെ വരത്തില്ലേ, ഇതൊക്കെ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ച് എന്താ മെഷീൻ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്നതാണ്. അപ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ മനസ്സിലാവും, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ടൂൾ തന്നെയാണ് ഈ പറയുന്ന മെഷീൻ ലേണിങ്. അതായത് നോർമൽ പാറ്റേൺ ഓഫ് എ തിങ്, ഒരു സാധനത്തിൻ്റെ നോർമൽ പാറ്റേൺ എന്താണെന്നുള്ള കാര്യം മെഷീനിനെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കും. അപ്പം തന്നെ മെഷീന് മനസ്സിലാവും ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഈ നോർമൽ പാറ്റേൺ ഫോളോ ചെയ്തില്ലെങ്കിൽ അത് വേറൊരു ടൈപ്പാണെന്ന് മെഷീന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മെഷീൻ ലേണിങ്ങിനെ പറ്റി ഒരു ചെറിയ ഡീറ്റെയിൽ കിട്ടിക്കാണുമല്ലോ. ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ, മെഷീൻ ലേണിങ്ങിനെ 2 രീതിയിൽ നമുക്ക് തിരിക്കാം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നും. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഗൂഗിൾ മെയിലിലെ സ്പാം. അതായത് മെഷീന് പറഞ്ഞു കൊടുക്കും നോർമൽ മെയിലും സ്പാമും തമ്മിലുള്ള പാറ്റേൺ ഡിഫറൻസ്. അത് വെച്ചിട്ട് നമ്മൾ മെഷീൻ എന്ത് ചെയ്യും, കണ്ടെത്തും എന്ന് വെച്ചാൽ. അതേപോലെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. മെഷീൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തനിയെ തന്നെ അതിൻ്റെ അൽഗോരിതം വെച്ചിട്ട് ഡിഫറൻസ് മനസ്സിലാക്കി എടുക്കുന്നതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് ഒന്ന് സൂപ്പർവൈസ് ചെയ്ത് കൊടുക്കുന്നു, ഒന്ന് അൺസൂപ്പർവൈസ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഷോർട്ട് വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു കാര്യം പിടികിട്ടിക്കാണല്ലോ മെഷീൻ ലേണിങ്ങിനെ പറ്റി. ഇത്രയേ ഉള്ളൂ. സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ബൈ.